രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയും അവരുടെ വർഷങ്ങളോളം നീണ്ട അവരുടെ അധ്വാനത്തെയും അനിശ്ചിതത്വത്തിലാക്കിയ ആ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവിടെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ലാത്തി ചാർജിലൂടെയും കണ്ണീർവാതക പ്രയോഗത്തിലൂടെയും ഒക്കെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇത്തരത്തിൽ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവിടെ തെരുവിൽ സമരം ചെയ്യുമ്പോഴാണ് അതിനിടയിലേക്ക് തലയ്ക്ക് വെളിവില്ലാത്ത ആവശ്യമില്ലാത്ത കുറേ എണ്ണം അതിനകത്തേക്ക് കടന്നു വരുന്നത്. മനോരമ ന്യൂസ് ഇന്നവിടെ ആ ഒരു പ്രതിഷേധം നടക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നും പകർത്തിയ ഒരു വീഡിയോ പുറത്തുവിട്ടു. അതിനകത്ത് വയനാട്ടിൽ നിന്നുള്ള അലി അംജദ് ഖാൻ എന്ന് പറയുന്ന ഒരുത്തൻ ആ ഒരു പ്രതിഷേധം നടക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നും എന്തൊക്കെയോ അനാവശ്യമായി എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. CJPയുടെ ഈ ഒരു സമരം ലോകാവസാനത്തിൻ്റെ അടയാളമാണ്, ദാബത്തുൽ അർള് ആണ്, താൻ മഹദിയാണ്, മിശിഹായാണ്, അങ്ങനെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിക്കൊണ്ട് എന്തൊക്കെയോ തലയ്ക്ക് വെളിവില്ലാതെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJPയെ ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ഇസ്ലാം, ഈവൻ സോളമൻ സുലൈമാൻ. ആൻഡ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ആസ് എ ഡീപ് റിലീജിയസ് മുസ്ലിം, I see it as a sign of end times. That's what I feel like. I too have felt that, and I've told you that it's a deep Islamic subject, and I feel like I am the Mahdi, I am the Messiah, and opening it up. And if you, my people, local people, treat me like as I'm mad or sick, I can handle it, because after my death or 20 years along, I would be forgotten. Okay, for justice, I'm moving along with CJP. Thank you. അതെ, മോദിയും കാര്യമില്ല. മോദി ഇറങ്ങണം, നരേന്ദ്ര ലൈക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇറങ്ങണം. That's how we need. As Abhijit sir is doing a strike forward, and we have kept that the resignation of Narendra Modi as well. How is it possible? Can a human do injustice this much, and how can he sit over there? He wears a suit which is made of gold with our money. That's not fair. Unless people should be. എടാ, നിനക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി നിന്ന് നിനക്ക് ആവശ്യം പോലെ നിനക്ക് സംസാരിക്കാം. അല്ലാതെ നീതിക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ നടത്തുന്ന ആ ഒരു പ്രതിഷേധത്തിനിടയിൽ വന്നുകൊണ്ടല്ല നിൻ്റെ ഈ വിട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടത്. നോക്ക്, ഇതുപോലെയുള്ളവന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് അവകാശങ്ങൾക്കായി പോരാടുന്ന ആ വിദ്യാർത്ഥികളുടെ ആ ഒരു സമരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ തന്നെ മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊതുസമൂഹവും മാധ്യമങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു പ്രധാന പരീക്ഷാ ക്രമക്കേടിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ എത്തുമ്പോഴാണ് അതിനിടയിലേക്ക് ഇത്തരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ളവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത് ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി സംഘികൾ കുരുപൊട്ടി നടക്കുന്നുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എന്തോ തീവ്രവാദ ബന്ധമുണ്ട് എന്നൊക്കെ ഇവന്മാർ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇതുപോലെയുള്ളവന്മാർ കടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ ഇവൻ്റെ ഈ ഒരു വീഡിയോ നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എടാ, നിന്നെ പോലെയുള്ളവന്മാർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കാരണം ഒരു സമൂഹം മുഴുവനുമാണ് പഴികേൽക്കേണ്ടി വരുന്നത്. നോക്കൂ, ഇവന്മാരൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു സമരത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അവിടേക്ക് വന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. അല്ലെങ്കിൽ ഇമാതിരി വർത്തമാനമൊന്നും അവിടെ നിന്നും പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ മറ്റൊരുത്തിൻ്റെ വീഡിയോ കൂടി ഞാൻ കണ്ടു. ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് അനസ് പി എന്ന് പറയുന്ന ഒരുത്തൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ ആണത്. അതിലവൻ പറയുന്നത്, ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നു, അതിൽ പോയി എല്ലാവരും പങ്കെടുക്കണം, അവിടെയുള്ള പോലീസുകാരെ ആക്രമിക്കണം, പാർലമെൻറ്റ് കത്തിക്കണം എന്നൊക്കെ വളരെ നിസ്സാരമായി ഒരു കളി പറയുന്ന മട്ടിൽ കുറേ കാര്യങ്ങൾ അവനതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും സംഭവം വിവാദമായതോടുകൂടി ഇവൻ ആ ഒരു വീഡിയോ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണോ.
ഇത് ഭയങ്കര ഹരാടാ. കൈറോയിൽ പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയാം ഇത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുണ്ടിത്തി വീണ്. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് ഇവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ പറ്റൂ. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കൈയിടോളൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരും പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ വെക്കുണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ 3 ആൾ ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജെൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ ഇതൊന്നും മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ട് ഇരിക്കണം. അറിയോ, എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണേ. കണ്ടില്ലേ അവൻ പറഞ്ഞത്? പ്രതിഷേധങ്ങൾ എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ്. എന്നാൽ അക്രമവും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലുമൊന്നും ഒരിക്കലും ഒരു പ്രതിഷേധമല്ല. അതൊന്നും ഒരിക്കലും ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന അപകടം വളരെയധികം വലുതാണ്. ഈ ഒരു മുസ്ലിം പേര് വെച്ച് ഇതുപോലെയുള്ളവന്മാർ തലയ്ക്ക് വെളിവില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഒരു സമൂഹം മുഴുവനും കേൾക്കേണ്ടി വരുന്ന തെറിവിളികളും പഴിചാരലുകളും എത്രത്തോളം വലുതാണെന്ന് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമതേ സംഘികളുടെയും ക്രിസംഘികളുടെയും കണ്ണിൽ മുസ്ലിമീങ്ങൾ എന്നുള്ളത് തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെയാണ്. അതിനിടയിലാണ് ഇതുപോലെയുള്ളവന്മാരൊക്കെ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ഒരു സോഷ്യൽ മീഡിയ പേജും ഒരു ഫോണും ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്നാണ് ഇവന്മാരുടെയൊക്കെ തോന്നൽ.